നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. ജ്ഞാനപ്പാന 5-ാം ഭാഗം തുടരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ദിക്പാലന്മാരും അവണ്ണം ഓരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു എന്നാണ്. ശ്രേഷ്ഠമായ പ്രവൃത്തി, ഈ ലോകം സംരക്ഷിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്ന ദിക്പാലകന്മാർക്ക് പോലും രക്ഷയില്ല, ബന്ധനം തന്നെയാണ്. അവരവിടെ കർമ്മവശത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ കാര്യം, അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൊക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. അല്പകർമ്മികളാണ് മനുഷ്യന്മാർ. ആയുസ് നോക്കിയാലും ചെറിയൊരു ആയുസ്സാണ്. കർമ്മം നോക്കിയാലും അല്പകർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. എങ്കിൽ പോലും ഈ ചെറിയ ആയുസ്സിലും നമ്മൾ ചെയ്യുന്നത് അഹങ്കാരം നിറയുന്ന കർമ്മങ്ങളാണെങ്കിൽ നമ്മുടെ ജന്മം വെറും പാഴ്ജന്മമായി തീരും. ഇപ്പോഴും നമ്മൾ പറയുന്നത് വിശിഷ്ടമായിട്ടും ദുർലഭമായിട്ടും കിട്ടുന്ന ജന്മമാണ് മനുഷ്യജന്മം. നാരായണീയത്തിലും അങ്ങനെ തന്നെ പറയുന്നുണ്ട് അല്ലേ. ഈ ജന്മം കിട്ടിയിട്ട് പോലും നമ്മൾ നമ്മളുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ബന്ധനത്തിൽപ്പെട്ട് ആർക്കോ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക, ഭഗവത് സമർപ്പണമല്ലാതെ കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള മനുഷ്യൻ അല്പകാലം, ചെറിയ ആയുസ്സേ ഉള്ളൂ. ഈ ആയുസ് തീരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓരോരോ ജന്തുക്കൾ ജനിക്കേണ്ടി വരും. അങ്ങനെ പലരുടെയും ജീവികളായിട്ടാണ്, അല്ലാതെ മനുഷ്യനായിട്ടല്ല ജനിക്കുന്നത്. കൃമികീടാദികളായിരിക്കാം. ഇതെല്ലാം നിർണ്ണയിക്കുന്നത് നമ്മുടെ കർമ്മമാണ്. ഗർഭപാത്രത്തിൽ പൊക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നു, ഒരു ബീജമായിട്ട് പ്രവേശിക്കുന്നു. ഇനി അവിടെ നിന്ന് പുറത്തു കടക്കുന്നു, ഒരു ജീവനായിട്ട് പരിണമിക്കുന്നു. അത് എന്തു വേണമെങ്കിലാവാം. മൃഗമാവാം, കീടമാവാം, ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള നരജന്മവുമാവാം. അങ്ങനെ കർമ്മം കൊണ്ട് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിൽക്കാത്തൊരു കളി തന്നെയാണത്. അപ്പം നമ്മൾക്ക് നമ്മുടെ ശരീരത്തെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ആ ശരീരം ഒരു ജഡവസ്തുവായിരുന്നെന്നും അതിലൊരു ശക്തി കിട്ടിയത് കൊണ്ടാണ്, ജീവൻ ഉള്ളത് കൊണ്ടാണ് നാം ജീവിച്ചിരിക്കുന്നതെന്നും ഈ ശരീരം വീണ്ടും ജഡമായി മാറുമെന്നും അറിയാനുള്ള ഒരു ബുദ്ധി പോലും മനുഷ്യൻ കാണിക്കുന്നില്ല. അത്രയ്ക്കും അഹങ്കരിച്ചാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിക്കനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്? നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസ്സിൻ്റെ പരിപാകവും വന്നു ക്രമത്താലെ നരജാതിയിൽ വന്നു പിറന്നിട്ടു. നരകത്തിൽ കിടക്കുന്ന ജീവൻ, നമ്മൾ മരിച്ചതിന് ശേഷം അത് നരകത്തിലേക്കാണ് പോകുന്നത്, നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് കേട്ടോ. എന്തായാലും ഒരു ജീവിതത്തിൽ നമ്മൾ പുണ്യപ്രവൃത്തി മാത്രം ചെയ്ത് ജീവിക്കില്ല. ഒരു ഉറുമ്പിനെയെങ്കിലും നമ്മൾ ചവിട്ടി അയച്ച് കൊന്നിട്ടുണ്ടാവുമല്ലോ, അതും പാപഗണത്തിൽ തന്നെ പെടുന്നത്. അത്രയ്ക്കും ഞാൻ പുണ്യം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യരും എത്രയോ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ജീവൻ എന്തായാലും നരകത്തിലേക്ക് തന്നെ പോകുന്നത്. അവിടെ ചെന്ന് ആ നരകയാതന എന്ന് നമ്മളെപ്പോഴും പറയുന്നൊരു ഫ്രേസാണ് അല്ലേ. ആ നരകയാതനകൾ മുഴുവൻ അനുഭവിക്കും. നരകത്തിലെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് വായിക്കാൻ പോലും പേടിയാണ്. അപ്പോൾ ആ നരകത്തിലുള്ള യാതനകൾ മുഴുവനും അനുഭവിച്ച് മനസ്സിൻ്റെ പരിപാകവും വന്നു ക്രമത്താലേ. ചെയ്ത പാപങ്ങൾ മുഴുവനും കഴിഞ്ഞു എന്ന് വിചാരിക്കൂ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദുരിതങ്ങൾ ഒടുങ്ങുമ്പോൾ വീണ്ടും നമ്മൾ പാപങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണല്ലോ നരകത്തിൽ പോകുന്നത്. ആ പാപങ്ങളെല്ലാം ഒടുങ്ങിയാൽ നമുക്ക് വീണ്ടും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മനുഷ്യജന്മം ആഗ്രഹിക്കാം, അല്ലെങ്കിൽ കിട്ടും. നരജാതിയിൽ വന്നു പിറന്നിട്ട്
സുഹൃതം ചെയ്തു മേൽപോട്ടു പോയവർ സുഖിച്ചിടുന്നു സത്യലോകത്തോളം. സൽക്കർമ്മം കൊണ്ടു മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു. ഇനി നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മേൽപോട്ട് പോയി, അതായത് മരിച്ചു പോയി കഴിഞ്ഞാൽ സുഹൃതം ചെയ്ത് മേൽപോട്ട് പോകുമ്പോൾ സ്വർഗലോകമാണ് അനുഭവിക്കുന്നത്. നരകലോകത്തിന് പകരം സ്വർഗലോകമാണ് അനുഭവിക്കുന്നത്. അവിടെ അതിലെന്തൊക്കെയാണോ അനുഭവിക്കേണ്ടത് അത് അനുഭവിക്കും. മിക്കവാറും കുറേയൊക്കെ സുഖങ്ങൾ തന്നെയായിരിക്കും. നരകയാതന എന്ന് സ്വർഗയാതന എന്നാരും പറയാറില്ല, നരകയാതന എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അവിടെയും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങൾ കുറഞ്ഞു വരും. കർമ്മം ഒടുക്കലാണല്ലോ നമ്മുടെ ജീവിത ലക്ഷ്യം. അപ്പോൾ കർമ്മമെല്ലാം ഒടുങ്ങുന്ന നേരത്ത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങളാണെങ്കിലും അതും കുറഞ്ഞു വരും. ഇനി സുഹൃതങ്ങളൊക്കെ ഒടുങ്ങുമ്പോൾ പരിപാകവുമെള്ളോളമില്ലവർ പരിചോടങ്ങിരുന്നിട്ടു ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവർ. ജാതരായി വരെയാണ്, ദുരിതം ചെയ്തു ചത്തവർ വേറെയാണ്. അപ്പോൾ അവിടെ നമ്മൾ പുണ്യകർമ്മങ്ങളാണ് ചെയ്തേച്ചാലും സ്വർഗസുഖം അനുഭവിക്കുന്നു. മുക്തി നേടാനുള്ള ഒരു ലെവലിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. നല്ല കർമ്മങ്ങളൊക്കെയാണ് ചെയ്തത് ജീവിച്ചിരിക്കുമ്പോൾ, എങ്കിലും മുക്തി എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ലെവലാണ് അല്ലേ. അപ്പോൾ അതിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിൽ എന്നാൽ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ് പരിചോടങ്ങ് പരിഭാഗവും വെള്ളോളമില്ലവർ പരിചോടങ്ങിരുന്നിട്ട് ഭൂമിയിൽ ജാതരായി. അവർ വീണ്ടും ഭൂമിയിൽ തന്നെ ജനിക്കുന്നു. സ്വർഗലോകം അനുഭവിച്ചു കഴിഞ്ഞു. അവരുടെ പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം തീർന്നു. അപ്പോൾ വീണ്ടും താഴോട്ട് തന്നെ പതിക്കുന്നു. ചത്തവർ നേരത്തെ വരെയാണ്. വന്നൊരു ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകി മഹീസുരനാകുന്നു. അപ്പോൾ സ്വർഗത്തിലാണെങ്കിൽ പോലും വീണ്ടും ഭൂമിയിലാണ് അവർ ജനിച്ചത്. ഇനി നമ്മൾ ദുരിതം ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ സംശയമൊന്നുമില്ല, വീണ്ടും നരകങ്ങളിൽ തന്നെയാണ് പതിക്കാൻ പോകുന്നത്. മനുഷ്യജന്മം കിട്ടിയിട്ടും അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കാതെ അഹന്തയും അഹങ്കാരവും കൈമുതലാക്കിയിട്ട് ജീവിച്ചവരാണ്. അവരുടെ ജീവിതം ഇനി എവിടെയാണ് പതിക്കുക, അല്ലെങ്കിൽ അവർ മരണശേഷം എവിടെ എത്തുമെന്നതിന് പ്രത്യേകിച്ച് ഒരു വിവരണം ആവശ്യമില്ല. അവർക്ക് നരകത്തിൽ തന്നെ ആയിരിക്കും അടുത്ത സുഖം, അല്ലെങ്കിൽ നരകസുഖം എന്നാരും പറയാറില്ല, നരകയാതനകൾ. വീണ്ടും നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് കുറച്ചെങ്കിലും നല്ല പ്രവൃത്തികൾ ഒരു ജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സുഖം ലഭിക്കാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ പോലും ആ സ്വർഗസുഖങ്ങൾ അവിടെ തീരുമ്പോൾ വീണ്ടും മനുഷ്യനായിട്ട് തന്നെ ജനിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം ജീവിക്കാൻ. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ ഓർക്കുക. എവിടെ പോകണം നിങ്ങൾക്ക്? നരകത്തിൽ പോകണോ അതോ സ്വർഗത്തിൽ പോകണോ? പണ്ടേ നമ്മുടെ പൂർവികർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, അങ്ങനെ ചെയ്യരുത്, ദുഷ്ടപ്രവൃത്തികൾ ചെയ്ത് നരകത്ത് പോകുന്നു. അപ്പോൾ ഇതൊക്കെ തിരിച്ച് വാദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഒന്നിനോടും ഒരു താല്പര്യവുമില്ലാതെ ആത്മജ്ഞാനം എന്താണ് എന്ന് അറിയാത്തവർ ഇതിനെയൊക്കെ ധാരാളം ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ നരകം എന്ന് പറഞ്ഞിട്ടൊരു ലോകമല്ലേ, സ്വർഗം എന്ന് പറഞ്ഞിട്ടൊരു ലോകമല്ലേ എന്നൊക്കെ. അങ്ങനെ ഒരു ലോകം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം, അവിടെ പോയി നമ്മൾ വീഴുന്നു അനുഭവിക്കുന്നു എന്നൊന്നുമല്ല അർത്ഥം. ഇനി ഒരു ജന്മം വേണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നു എന്നാണ്. നമ്മളല്ല, ഭഗവാൻ തീരുമാനിക്കുന്നു നമ്മളിനി ജനിക്കണോ, നമ്മുടെ ഇന്നത്തെ ജന്മം കഴിഞ്ഞോ, മുക്തി നേടാനുള്ള പാകമൊക്കെ ആയോ മനസ്സിന് എന്ന് തീരുമാനിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുമല്ലേ അവിടെ. അയ്യോ എന്താ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, മുകളിലൊരു ലോകം താഴൊരു ലോകം, ആ പാഠം ഒന്നും മനസ്സിലാവണില്ലല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഭഗവത് സ്മരണയോടെ നമ്മൾ ഭഗവത് സമർപ്പണമായിട്ട് കാര്യങ്ങൾ ചെയ്ത് ഈ കിട്ടിയ ശ്രേഷ്ഠ ജന്മം ഒരിക്കലും പാഴാക്കാതെ തന്നെ ജീവിക്കണം. കാരണം നമ്മൾ പറഞ്ഞു, എല്ലാവരും ബ്രഹ്മാവ് മുതൽക്ക് എല്ലാവരും കർമ്മവശത്താൽ ബന്ധിതരാണ്, കർമ്മത്തിൻ്റെ അടിമകളാണ്. അത്
പുണ്യകർമ്മമാവാം, അല്ലെങ്കിൽ പാപകർമ്മമാവാം. അപ്പോൾ നരകദുഃഖങ്ങളും സ്വർഗസുഖങ്ങളും നമ്മൾ അനുഭവിക്കുന്നു. ഇതിൽ നിന്ന് ഇത് രണ്ടും വേണ്ട, അതിൽ നിന്നെല്ലാം മുക്തി നേടണമെങ്കിൽ നമുക്ക് സാക്ഷാൽ പരമാത്മാവിനെ പ്രാർത്ഥിച്ചേ പറ്റൂ. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകേ മഹീസുരനാകുന്നു. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ഡാല കുലത്തിങ്കൽ പിറക്കുന്നു.